എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെസ്സേജ് വരാറുണ്ട് പ്രീമിയം വണ്ടിയുടെ ഒന്നും വീഡിയോ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈ ക്വാളിറ്റി നല്ല പറയേണ്ടത് സൂപ്പർ ഹൈ ക്വാളിറ്റി ഒരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. BMW 5 സീരീസ്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഡീറ്റെയിലുകൾ മൊത്തം പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യമായിട്ട് നമ്മളുടെ ചാനലിനെ പറ്റി പറയുകയാണ്. നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം ഡൽഹിയിലാണുള്ളത്. നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. ആദ്യം തന്നെ അത് എടുത്തു പറയുന്നത് പലപ്പോഴും നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് കേരളത്തിൽ എവിടെയാണ് വണ്ടി ഉള്ളതെന്ന് ചോദിച്ചിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്. ഇതിന്റെ കിലോമീറ്റർ ആണ് ഏറ്റവും ഹൈലൈറ്റ്. 8138 കിലോമീറ്റർ. പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഈ വാഹനത്തിൽ വന്നിട്ടില്ല. ഈവൻ ബമ്പർ വരെ കമ്പനി ഒറിജിനൽ പെയിന്റ് ആണ് ഈ വാഹനത്തിന്. അപ്പോൾ ഇത്രയും ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ കിട്ടുന്നത് വളരെ വളരെ റെയറാണ്. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഈ ഇത്രയും ലോ കിലോമീറ്റർ ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടി നമുക്ക് കിട്ടുന്നത് തന്നെ വളരെ കുറവാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അതിൻ്റെ പ്ലാസ്റ്റിക് കവറുകൾ പോലും അങ്ങനെ മാറ്റിയിട്ടില്ല. അത്രയും ക്ലീൻ കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പൊതുവേ എല്ലാ വീഡിയോയും ചെയ്യുമ്പോഴത്തേനും ഓരോരോ പീസ് എടുത്ത് പറഞ്ഞാണ് പോകുന്നത്. അല്ലെ ഓരോ ഡോറ് തുറന്ന് കാണിച്ച് ഇതിൻ്റെ ഞാൻ ഡോറൊക്കെ തുറന്ന് കാണിക്കാം. പക്ഷേ ഈ വണ്ടിയിൽ എനിക്ക് അത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്, അല്ലെ അങ്ങനെ ഒരു മൈനസ് ഉണ്ട്, ഇങ്ങനെ ഒരു മൈനസ് ഉണ്ട്, ഡെന്റ് ഉണ്ട്, സ്ക്രാച്ച് ഉണ്ട്, റീപെയിന്റ് ഉണ്ട്, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വണ്ടിയിൽ എന്താണ് കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ലക്ഷറി ലൈനിലാണ് വരുന്നത്. BMW 5 സീരീസ് 520D ലക്ഷറി ലൈൻ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ഫെൻഡറിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല, എല്ലാം ക്ലീൻ ആണ്. ഈ ഒരു ഒറ്റ സൈഡായിട്ട് ഞാൻ അങ്ങ് പറയുവാണ്, യാതൊരു വിധത്തിലുള്ള ഡെന്റോ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഭാഗങ്ങളിൽ ഒന്നും വന്നിട്ടില്ല. ഗ്ലാസുകളെല്ലാം ഒറിജിനലാണ്. കമ്പനി അന്ന് വന്ന അതേ ടയറുകളാണ് കിടക്കുന്നത്. കാരണം 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വാഹനം. അപ്പോൾ ഈ വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. സൺറൂഫ് ഉൾപ്പെടെ എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി ഡോർ തുറന്ന് നമുക്ക് ഇതിന്റെ അകവശം ഒന്ന് കാണാം. ഈ ഡോറിന്റെ ഉൾവശം കണ്ടോ, എത്രയും ക്ലീൻ ആണ്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യങ്ങളും എടുത്ത് പറയാനായിട്ടില്ല. ഇതിന്റെ സ്റ്റിക്കറുകൾ പോലും കളഞ്ഞിട്ടില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്റീരിയറിലെ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു കാര്യവും എനിക്ക് ഇതിനകത്ത് എടുത്തെടുത്ത് പറയാനായിട്ട് സാധിക്കുന്നില്ല. അത്രയും ക്ലീൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. വളരെ റയറായിട്ട് ഉപയോഗിച്ചത്. വണ്ടി ക്ലീൻ സർവീസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇതിൻ്റെ സർവീസ് കറക്റ്റാണോ? ഇതിൻ്റെ സർവീസ് കറക്റ്റാണ്. അപ്പം നല്ല കിഡിലൻ വണ്ടി നോക്കുന്നവരെ 5 സീരീസ് ഒരു വണ്ടി, പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കിലത്തെ ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിൻ്റെയും സെയിം അതേ കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. വേറെ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ഒരു കാര്യങ്ങളും പറയാനായിട്ടില്ല. എല്ലാ ഭാഗങ്ങളും നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന്, ബൂട്ടിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ പുറകിലത്തെ ബമ്പർ പോലും റീപെയിന്റ് അല്ല, കമ്പനി ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. 5 സീരീസിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് തുറക്കാം. വശത്ത് നല്ല ഒന്നാമത്തെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾ ഗ്ലാസുകൾ ഒറിജിനലാണ്. എല്ലാം ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നും പറയാനില്ലാത്തൊരു വണ്ടിയാണ്. അപ്പം ഈ വീഡിയോ പെട്ടെന്ന് തീരും. എല്ലാ കാര്യങ്ങളും ഒറിജിനലാണ്. അപ്പോൾ നമുക്ക് ഈ ടെയിൽ ലൈറ്റിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു വശത്തേക്ക് പോകാം. വീട്ടിലും വണ്ടികൾ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഡൽഹിയിൽ നിന്നും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേന് യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ റീപെയിന്റോ ഒരു കാര്യവും വന്നിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്നൊന്ന് കാണാം. ഈ ഒരു ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴും സെയിം അപ്പുറത്തെ അതേ കണ്ടീഷനിൽ തന്നെ യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ലാത്ത നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഡോറിന്റെ ഉൾവശമാണ് നമ്മൾ കാണുന്നത്. ബ്ലാക്ക് വണ്ടികൾ വളരെ ഡിമാൻഡുള്ള വണ്ടികളാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഫ്രണ്ട് ഡോറിലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. സ്വിച്ചുകളൊക്കെ ആ പുതിയ അതേ കണ്ടീഷനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സീറ്റ് 2 രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളുണ്ട്.
ഈ ഒരു ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെ വാഹനം ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള ഫ്രണ്ടിലേക്ക് പോകാം. അവിടെ പോയി നമുക്ക് ബോണറ്റ് ഒന്ന് കാണാം, പിന്നെ ബോണറ്റ് തുറന്ന് എഞ്ചിൻ റൂം ഒന്ന് കാണാം, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരാം. ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴും നമുക്ക് ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനിട്ടില്ല. നമ്മുടെ ഹെഡ് ലൈറ്റുകളെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനായിരിക്കുന്നത്. ഈവൻ ഈ ഫ്രണ്ട് ബമ്പർ പോലും റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. ഓൾ ഒറിജിനൽ ആയിട്ടുള്ള വണ്ടിയാണ്. ഇനി എന്തെങ്കിലും ഒരു നെഗറ്റീവ് എങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് ഓർത്തിട്ട് നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാനായിട്ടുള്ളത്, ഇവിടെ ഒരു കല്ലടിച്ച പോലെ ഒരു കുഞ്ഞു പാടുണ്ട്, അല്ലാതെ ഇതിലൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്നിട്ട് ഇനി എഞ്ചിൻ റൂം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇതിൻ്റെ അപ്രോണിൻ്റെ ഭാഗമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബോണറ്റിലേക്ക് വരുവാണെങ്കിൽ ബോണറ്റും നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. എഞ്ചിൻ റൂമിനകം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ ഇത്രയും ലോ കിലോമീറ്റർ ഓടിയ പ്രോപ്പർ സർവീസിൽ പോയിരിക്കുന്ന നല്ലൊരു ക്ലീൻ വണ്ടിയെ പറ്റി ഞാനിനി ഒരുപാട് എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങളൊന്നും പറയണ്ട. ഞാനിതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വണ്ടി എത്ര സൈലൻ്റ് ആണെന്നുള്ളതും. എന്നാൽ ഒരു 5 സീരീസിൻ്റെ എല്ലാ പവർഫുൾ ഫീച്ചേഴ്സും ഉള്ള കിടിലൻ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം, ടയറിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോകാം. ഓക്കെ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് സെൻട്രൽ കൺസോളിലോ ഡാഷ് ബോർഡിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിലൊന്നും ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ നിങ്ങൾക്ക് കാണാം. 8181 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അതേ ഫീലിലാണ് ഇരിക്കുന്നത്. സീറ്റുകളാണെങ്കിലും ആ പുതിയ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. 2 സൈഡിലെ സീറ്റുകൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പോൾ എനിക്കാണ് ഈ വണ്ടിയെപ്പറ്റി എന്തൊക്കെ ഇനി പറയണം എന്ന് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഒന്നും നെഗറ്റീവ് പറയാനില്ലാതെയും വണ്ടികൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു നിര സീറ്റുകളിലേക്ക് പോകാം. ഇതിൻ്റെ പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേന് ഈ സീറ്റുകളും പുതിയ അതേ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയ സീറ്റിൽ 1-2 ചെറിയ പാടുകൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി വണ്ടിയെ പറ്റി ഒന്നും പറയാനില്ല. ഇതാ മേള് ടോപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് കോണ്ടിനെൻ്റലിൻ്റെ അന്ന് വന്ന അതേ സെയിം ടയറാണ് ഇതിൽ കിടക്കുന്നത്. ആകെ 8000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. അതിൻ്റെ തേയ്മാനമേ ഈ ടയറിൽ സംഭവിച്ചിട്ടുള്ളൂ. 4 അതേ കണ്ടീഷനിലുള്ള ടയറുകളാണ്. അപ്പോൾ ടയറുകളുടെ കാര്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാം. ഇത് ഫുള്ള് ത്രെഡ് ഉണ്ട്, പക്ഷേങ്കിൽ ചിലപ്പോഴെങ്കിൽ നമ്മൾ ടയർ മാറേണ്ടതായിട്ട് വരും, കാരണം ഇത്രയും വർഷം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ വണ്ടി ജെന്യുവനായിട്ട് ഓടിയിട്ടുള്ളതാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു തെളിവാണ് ഇതിൻ്റെ ടയറിൻ്റെയും കണ്ടീഷൻ. 17 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വെറും 8100 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന പ്രോപ്പർ സർവീസോടുകൂടി പോയിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത BMW-ൻ്റെ 5 സീരീസ് ലക്ഷറി ലൈനാണ് ഈ വാഹനം. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ തന്നെ ബെൻസോ, BMW, ഓഡിയോ, ഫോർച്യൂണറോ, ക്രിസ്റ്റയോ, ചെറിയ വണ്ടികളോ ഏത് വണ്ടികളാണെങ്കിലും ഡൽഹിയിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് വിളിക്കുക. നമ്മളോട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറയുക. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ വണ്ടികൾ നോക്കിയെടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വാഹനത്തിന് ഫിക്സ് റേറ്റ് ആണ് 21 ലക്ഷം രൂപ. അത് ഡൽഹിയിലെ ഫിക്സ് റേറ്റ് ആണ് ഞാൻ പറയുന്നത്. പ്ലസ് നിങ്ങൾ ബാക്കി നിങ്ങളുടെ നാട്ടിലെ ടാക്സ്, വണ്ടിയുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാനായിട്ട് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ ഇതുപോലത്തെ കിടിലം വണ്ടികൾ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമുക്ക് വരുന്ന എല്ലാ നല്ല ക്ലീൻ അടിപൊളി വണ്ടികളുടെയും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ആദ്യം തന്നെ അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പം ഇതിലും കിടിലിന് ഒരു വണ്ടി ഇനിയിപ്പോൾ ഉടനെ എങ്ങും എൻ്റെ കയ്യിൽ വരുമെന്ന് തോന്നുന്നില്ല. അപ്പം അടിപൊളി ഒരു വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.